ഹേ ഗായ്സ്, അപ്പോ ഇപ്പൊ ഏകദേശമൊക്കെ സമയം ഒരു 12:53 ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ചെറിയ ട്രിപ്പ് മൂകാംബികയ്ക്ക്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. സോ ഇനി നമ്മൾ മൂകാംബിക ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി എടുത്താണ്. ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ് നിലവിൽ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമ്മൾ നേരെ മൂകാംബികയാണ്. മൂകാംബിക, ഉടുപ്പി, മുരുടേശ്വർ. സോ ബാക്കിയെല്ലാം ഇനി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. സോ ഗായ്സ്, ഇപ്പൊ നമ്മൾ മാഹിയില് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. സോ മാഹിയിലത്തെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെക്കാളും കുറച്ചുകൂടെ പെട്രോളിനും ഡീസലിനും ഒക്കെ കുറച്ച് റേറ്റ് കുറവുണ്ട് കേട്ടോ. പ്രത്യേകം റേറ്റ് ഭയങ്കര കുറവുണ്ട്. സോ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. സോ അങ്ങനെ യാത്രയുടെ ഇടയിൽ നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ കയറിയത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ കഴിച്ചേ. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മുരുടേശ്വറിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിതാ അമാനി ബീച്ച് ഹോം സ്റ്റേയിലാണ് കേട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബാക്കിൽ കാണാം. ആ കാണുന്നതാണ് മുരുടേശ്വർ അമ്പലം. നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. നല്ല അറബിക്കടലിൻ്റെ തീരത്ത് തന്നെയുള്ള ഒരു അടിപൊളി അമ്പലം. നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ, അമാനി ബീച്ച് ഹോം സ്റ്റേയിലായിരുന്നു റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മളൊരു വൈകുന്നേരം ഇനി ഫ്രഷൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇനി കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു ഡോർമെട്രി സെറ്റപ്പിലാണ് എല്ലാവർക്കും സെറ്റ് ചെയ്തേക്കണേ. സോ ഇതിന്റെ അടിപൊളി വൈബാണ് കേട്ടോ. നമ്മള് സത്യം പറഞ്ഞാ കണ്ടോ, അടിപൊളിയാണ്. സോ ഇനി നമുക്കൊന്ന് ചെറിയ റെസ്റ്റ് ചെയ്യണം. ദെൻ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കണു. ഇങ്ങനെ നമ്മളിത് റെഡിയൊക്കെ ആയതിനു ശേഷം നേരെ അമ്പലത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. കാരണം നല്ല തിരക്കായിരിക്കും. ഇപ്പം ചെന്ന് ക്യൂ നിന്നാൽ മാത്രമേ കുറച്ചെങ്കിലും കഴിഞ്ഞ് തൊഴുതിറങ്ങാനായിട്ട് പറ്റുള്ളൂ. ആക്ച്വലി നല്ല വൈബാണ് കേട്ടോ ഈ അമ്പലം, ഈ ഒരു ബീച്ച് സൈഡിലൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ റോഡിലും നല്ല തിരക്കാണ്. നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞതേ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ. എൻ്റെ ബാക്ക് സൈഡിൽ കാണാം മഹാദേവൻ്റെ വലിയൊരു വിഗ്രഹം. പിന്നെ ഈ ഒരു ഈവനിങ് ടൈമിൽ ഞാൻ പറഞ്ഞില്ല, നല്ല രസമാണ്. ഇവിടെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നല്ല വൈബാണ്. ഇത് നോക്കി എന്ത് ഭംഗിയാണ്. ഇത് ആ ഫ്രണ്ടിലത്തെ വലിയ ഗോപുരമാണ്. 2 ആനക്കുട്ടം വരതി 2 സൈഡിലൊക്കെ നിന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇത് ഇച്ചിരിയും കൂടെ മാറി നിന്ന് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ല വൈബാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ്. ഇനി നാളെ രാവിലെ മൂകാംബികയ്ക്ക്.